ലൈവിലുണ്ടല്ലോ കുറച്ച് സമയത്തിന് മുമ്പ് അനീഷിനെ വട്ടത്തിലിട്ട് വാരിക്കൊണ്ടിരിക്കുകയായിരുന്നു അക്ബറിന്റെ ഗ്യാങ്ങുകാര്. ഇവര് അനീഷിന്റെ അടുത്ത് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ മൊനവെച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യവുമില്ലാതെ വെറുതെ മൊനവെച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അനീഷേട്ടൻ ഇവിടെ സത്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അനീഷേട്ടൻ ഒരു കള്ളത്തരം ഇവിടെ കാണിച്ചിട്ടില്ല, അതാണ് ഏറ്റവും വലിയ കള്ളത്തരം എന്നൊക്കെ പറഞ്ഞ് വെറുതെ നെവിനും അക്ബറും ആര്യനും കൂടി ഒരു കാര്യമില്ലാതെ അനീഷിനെ വെറുതെ ഇട്ട് വാരിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഇത് ലൈവില് നടന്നൊരു സംഭവമാണ്, കണ്ടവർക്ക് അറിയാം. ഞാൻ എന്താണ് ഏതാണെന്നൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഇവര് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇത്തിരി ലൂസ് ടോക്സ് പോലത്തെ കാര്യങ്ങളായതുകൊണ്ട് അങ്ങ് നോട്ട് ചെയ്ത് വെക്കാനും പറ്റിയിട്ടില്ല. പറയുന്നത് ഇതാണ്: അനീഷേട്ടൻ കള്ളത്തരങ്ങളൊന്നും പറയാത്ത ഒരു ശുദ്ധാത്മാവായിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇത് വെച്ചിട്ടാണ് ഇവര് വെറുതെ അനീഷിനെ ആക്കിക്കൊണ്ടിരുന്നത്. അപ്പൊ അനീഷ് പറയുന്നുണ്ട് കേട്ടോ, എന്റെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, ഡേ 1 മുതൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഞാൻ തെറ്റുകളും കുറ്റങ്ങളും ഒന്നും ഇല്ലാത്തൊരു വ്യക്തിയൊന്നും അല്ല, എല്ലാ തെറ്റുകളും കുറ്റങ്ങളും ഉള്ള ഒരു വ്യക്തി തന്നെയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇവര് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലാലേട്ടന്റെ മുന്നിൽ മാത്രമേ അനീഷേട്ടൻ തെറ്റ് അക്സെപ്റ്റ് ചെയ്യുള്ളൂ, ഞങ്ങളുടെ മുന്നിലൊന്നും തെറ്റ് അക്സെപ്റ്റ് ചെയ്യില്ല, ഇതൊക്കെ പറഞ്ഞിട്ടാണ് വെറുതെ ആക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതിനിടയ്ക്ക് നെവിൻ പറയുന്ന ഒരു കാര്യമാണ്, അനീഷേട്ടൻ കപ്പടിക്കും അങ്ങനെ എന്തോ പറഞ്ഞൊരു കാര്യം നെവിൻ അവസാനിപ്പിക്കുന്നുണ്ട്. അനീഷേട്ടൻ കപ്പടിക്കും എന്ന് അങ്ങനെ എന്തോ ആണ് പറഞ്ഞത്. അക്ബർ പെട്ടെന്ന് സ്റ്റക്ക് ആവുന്നത് ഞാൻ ശ്രദ്ധിച്ചു. അക്ബറിന്റെ ഫേസ് ഒന്ന് പെട്ടെന്ന് അത് മാറുന്നതായിട്ട് ശ്രദ്ധിച്ചു. അനീഷേട്ടൻ കപ്പടിക്കും എന്ന് നെവിൻ ഉദ്ദേശിച്ചത് കളിയാക്കുന്ന രീതിയിലാണ് പറഞ്ഞത്. പക്ഷെ അതാണ് സത്യം എന്നുള്ളത് നെവിൻ തിരിച്ചറിയുമ്പോൾ ഒരുപക്ഷെ നെവിന്റെ കിളി പോയേക്കാം. അത് പുറത്തിറങ്ങുമ്പോഴാണ് നെവിൻ അത് മനസ്സിലാവുക. എന്തായാലും ഈ സീസണിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് അനീഷ് മാത്രമാണ്. ഒരു വ്യക്തിത്വം എന്ന നിലയ്ക്കാണെങ്കിലും ഗെയിം പെർസ്പെക്റ്റീവിൽ നോക്കിയാലും രണ്ട് രീതിയിൽ നോക്കിയാലും ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു വ്യക്തി അനീഷ് മാത്രമാണ്. അത് ഇന്നൊരു ദിവസം ലൈവ് കണ്ടതിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലായി. അനീഷ് എന്ന് പറയുന്ന ഒരു മത്സരാർത്ഥിയുടെ ക്വാളിറ്റി എന്താണ് ഏതാണെന്നുള്ളത് നമ്മൾ എപ്പോഴും ലൈവ് വീഡിയോയിൽ പറയുന്നതാണ്, ലൈവ് അപ്ഡേറ്റ് വീഡിയോകളിൽ പറയുന്നതാണ്, റിവ്യൂസിലും പറയാറുണ്ട്. അപ്പോൾ അത് വീണ്ടും എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല. നെവിൻ കളിയാക്കിയത് ഉറപ്പായിട്ടും നെവിന് മനസ്സിലാക്കി തരും പ്രേക്ഷകർ എന്താണ് ഏതാണ് സത്യം എന്നുള്ളത്. അനീഷേട്ടൻ കപ്പടിക്കും എന്ന് പറഞ്ഞ് അനീഷിനെ ഇന്ന് കളിയാക്കിയെങ്കിൽ അതിനൊരു ഉത്തരം പ്രേക്ഷകർ തന്നിരിക്കും. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം.